നമ്മൾ ഈ പള്ളിയൊക്കെ ഉണ്ടാക്കി ആ പള്ളി ഉണ്ടാക്കണം നല്ല കൂലിണ്ട് അള്ളാൻ്റെ അടുത്ത്. മൻ ബനാ മസ്ജിദല്ലാഹി വനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. അള്ളാഹു താലാക്ക് വേണ്ടി ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു താല സ്വർഗത്തിൽ വീട് കൊടുക്കുന്ന, സ്വർഗത്തിലെ വീട് അറിയുമ്പോൾ നമ്മൾ 650 സ്ക്വയർ ഫീറ്റിൻ്റെ വയന്ന ലക്ഷം വീടുന്ന ഓലപ്പം വലിയ സംഭവമാണ്. അത് പള്ളി ആവശ്യമുള്ളിടത്താകുമ്പോൾ എന്തായിരുന്നാലും കൂലിണ്ടെന്ന് ഉറപ്പ് തന്നെയാണ്. എന്നാൽ ആ പള്ളി നിർമ്മാണം നടത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൂട്ടരും മുത്തലിമിൻ്റെ കാലത്ത് അതിലേറെ ഉത്തമമായ കാലം വേറില്ലല്ലോ. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീനഹും. ആദം നബിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള കാലം നോക്കിയാൽ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമായ കാലം ഏതാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലമാണ്. ആ കാലഘട്ടത്തിൽ മുത്തുനബിയുടെ കൂടെ ഒരു സെക്കൻഡ് സാവസിച്ചു. വേറെ ഇബാദത്ത് നിർത്തില്ല, അപ്പോഴേക്കും മരിച്ചും പോയി. വിശ്വാസത്തോടെ ഒരൊറ്റ സെക്കൻഡ്. അയാളെ പേരെന്താ നിങ്ങൾ? സ്വഹാബി എന്നാണ്. ആ പദവിയിലേക്ക് മൊയ്‌ദിജഹു എത്തൂല. ഇത് രാത്രി മുഴുവനും നിസ്കരിച്ച് പകൽ മുഴുവനും നോമ്പ് വെച്ച് അങ്ങനത്തെ ഒരു വലിയന് പോലും ആ ഒരു സ്വഹാബിൻ്റെ പദവിക്ക് എത്താൻ കഴിയില്ല. വ്യക്തിപ്പൻ്റെ ശ്രേഷ്ഠത നോക്കിയോളൂ. ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ മുത്തനബിൻ്റെ കൂടെ 5 വഖത്ത് നിസ്കാരത്തിന് മുത്തനബിയുടെ പള്ളിയിലേക്ക് വരുന്ന കുറച്ചാൾക്കാർ, അവർ ക്ലാസ്സിന് വരുമ്പോൾ അഥവാ ബേക്കിലായി പോയാൽ, യാ റസൂലുള്ളാഹി റായിന, നബിയെ ഞങ്ങളെ കൂടി ഇത് പരിഗണിച്ചൊന്ന് ഉറക്കെ പറയണം കേട്ടോ. അന്ന് മൈക്കും സ്പീക്കറൊന്നും ഇല്ലല്ലോ, ഒന്ന് ഉറക്കെ പറയണം. അപ്പം ഇഖ്ലാസോടുകൂടെ കേൾക്കാൻ 2-3 സൈസ് ആൾക്കാർ വരും. ഒരു കൂട്ടർ വരുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ഇഖ്ലാസിൽ കേൾക്കണം, എന്ത് പഠിക്കണം, ചിന്തിക്കണം വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വന്ന ആൾക്കാർ. വേറെ കൂട്ടുണ്ടാവും, ഒന്ന് അളക്കണം, എന്താ നോക്കാലേ നമുക്കൊന്നും ഇങ്ങനെ അങ്ങനെ ഒരു ഇളക്കം, അങ്ങനത്തെ ഒരു ഇതിലില്ല. പിന്നെ വേറെ കൂട്ടരുണ്ട്, അയ്യോക്ക നമ്മളെന്നെ പോകാൻ ഞാൻ പിന്നെ ഇനി മോശമല്ലേ, ഒരു കമ്മിറ്റിക്കാർ കണ്ടാൽ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനത്തെ ആരും ഉണ്ടാവില്ല കുറച്ച് നേരത്തിന്. അങ്ങനെ നിങ്ങൾ സഹകരണം ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. അതേ സമയത്ത് ഇഖ്ലാസോടുകൂടെ എന്ന് കാണിക്കുന്ന രീതിയിൽ അന്ന് വന്നാൽ യാ റസൂലുള്ളാഹി റായിനെ കേൾക്കണില്ല നബി, ഒന്ന് ഉറക്കെ പറയണം. അവനോട് ഇഖ്ലാസ് ഒലിപ്പിച്ച. ഇവരെ പറ്റിയാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? നരകത്തിൻ്റെ അടിയിൽ തട്ടില്ല. ഈ ജാതി നല്ല മനുഷ്യന്മാരെ പറ്റി നരകത്തിലാന്ന് പറയാൻ മൂല്യന്മാർക്ക് ഉറക്കാത്ത കഴിയില്ല കേട്ടോ. മൂല്യന്മാർക്കല്ല, അള്ളാഹ്ക്ക് ഉറക്കാത്ത കഴിയില്ല. കോലത്തിലൊക്കെ വന്നിട്ടേ അള്ളാന്റെ റസൂലിന്റെ അക്കാലഘട്ടത്തിൽ ഇവരെ പറ്റിയിട്ട് പറയുന്നു നരകത്തിലാണ്, നല്ല നരകത്തിന്റെ അടിയുടെ തട്ടിലാണ്. കട്ടീര് ഇതൊക്കെ ഉണ്ടായി. റമളാൻ മാസത്തിലെ പഞ്ചാതി വിഷയം വെക്കാൻ കണ്ട് റമളാനിലെ വെക്കണ്ട്. റമളാനിലാണ് ഈമാൻ ഉറപ്പിക്കുന്ന സമയം. റമളാനിലാണ് ബദർ നടന്നത്. ചില ആൾക്കാർ റമളാൻ മാസത്തിൽ പള്ളിക്കത്തെ പ്രസംഗത്തൊന്നും ഉസ്താദ് എങ്ങനത്തെ ഞാൻ ഇങ്ങനത്തെ പറയല് കാര്യമായിട്ട്. കാരണം റമളാനിൽ തന്നെ ചീത്താനൊക്കെ പിടിച്ച് കെട്ടിയിട്ട് ദഹിച്ചനൊക്കെ ഒഴിവാക്കി നല്ലൊരു അനസ്തേഷ്യ കൊടുത്ത രോഗീൻ്റെ മാതിരിയാണ് അപ്പം കൊടുക്കണം നമ്മൾ. അതായത് ഇങ്ങനെ ഏപ്പ് നോക്കിയിട്ടാണല്ലോ ആപ്പ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ ശരിക്കും നല്ല പറ്റിയ സമയത്ത് കൊടുക്കണം. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇക്കോലത്തിൽ വന്നിട്ട് അല്ലാഹ് പറയുന്നു നരകത്തിലാണ്. ഇനി കേൾക്കണങ്ങൾക്ക് അന്ന് 5 വഖത്തും മുത്തുനബിൻ്റെ പള്ളിക്ക് വന്നിരുന്ന കുറച്ച് ആൾക്കാർ, റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ കൂട്ടത്തിൽ നടക്കുന്ന കുറച്ച് ആൾക്കാർ, റസൂലുള്ളാഹിന്റെ ക്ലാസ് സ്ഥിരം കേട്ടിരുന്ന ആൾക്കാർ, അവർ കുറച്ച് ആൾക്കാർ നബിൻ്റെ അടുക്കൽ വന്നു. തഫ്സീർ സ്വാവി ജമലൊക്കെ കഥ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. വന്നിട്ട് പറഞ്ഞു, നബി ഞങ്ങൾ കുറേ ദൂരത്തുനിന്ന് വരുന്ന മനുഷ്യന്മാരാണ്. ഇപ്പോഴത്തെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജനക്കലുള്ള വെച്ചെങ്കിൽ നമ്മളെ അങ്ങാടി നിന്ന് അപ്പുറത്തല്ലേ പാലക്കാട് നിന്ന് അപ്പുറത്ത് ഇങ്ങോട്ടൊക്കെ പാടെ ചെമ്മാട്ട് നിന്നൊക്കെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ് ഇത്ര ദൂരത്തുനിന്ന് ജമാഅത്തിന് വരുന്നുണ്ട്. കാരണം പള്ളി വേറില്ലല്ലോ. 4-5 കിലോമീറ്റർ ജമാഅത്തിന് നടന്നു വരിക കാരണം ഓലെ ഇഖ്ലാസ് എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് 5 വഖത്തും വരുമ്പം കച്ചവടക്കാരുണ്ട്, കുട്ടികളുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്, വികലാംഗരുണ്ട്, രോഗികളുണ്ട്. ഇവരൊക്കെ പാടെങ്ങനെ വരുമ്പം ഈ 5 വഖത്ത് ജമാഅത്തിനെത്താൻ പ്രയാസമുണ്ട്.
അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ജമാഅത്തിൻ്റെ കൂലി സുബ്ഹാനല്ലാഹ് ഒഴിവാക്കിയും കൂടാം. കാരണം 27 ഇരട്ടി കിട്ടുകയല്ലേ. നമുക്ക് റമളാനിലാണ് ഇപ്പോൾ ജമാഅത്തിന്, കഴിഞ്ഞാൽ പിന്നെ അത്ര ഉണ്ടാവില്ലല്ലോ. ആ ഇഖ്ലാസ് ജമാഅത്ത് എല്ലാ സമയത്തും വേണം. ഞങ്ങൾ ആ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ കൂടി അൽഹംദുലില്ലാ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കണം. സുബ്ഹാനല്ലാഹ്, തങ്ങളുപ്പാപ്പ വന്നിട്ട് മാഷാ അല്ലാഹ് അതൊന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നാൽ അല്ലാഹു അക്ബർ, വലിയ സന്തോഷമായി. നിങ്ങൾ എന്തോ ഒരു ഇഖ്ലാസിലെ പറച്ചിലെന്ന് പറയും. എന്നെല്ലാം അവിടെയൊക്കെ ജമ്പൽ നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നബിയെ നിങ്ങൾ വന്ന ഞങ്ങൾക്കൊരു ബറക്കത്താണ്, തതോബിൽ ബറക്കത്തോട് ആർക്കും കൂടി ചെയ്താൽ നോക്കുകയാണെങ്കിൽ അതായത് പള്ളി ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളൊക്കെ പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനത്തിന് ഉസ്താദെ തങ്ങന്മാരെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ ദുരുദ്ദേശയിലുണ്ടാവും. എന്തേ പള്ളിയൊക്കെ ഉണ്ടാക്കിക്കണ്, പക്ഷെ തക്കപ്പാപ്പൊന്ന് കുറച്ച് ആൾ കൂടിയെങ്കിൽ കടം വീട്ടാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെയും കൂടി ഒരു ദുരുദ്ദേശം ഉണ്ടാകലുണ്ട്. അല്ലെങ്കിൽ ഈ പുസ്തകം കൊണ്ട് നമ്മൾ എന്നാൽ 2 ഏശയും കൂടി അത് ഇട്ടു നോക്കാലോ, ഇങ്ങനെയൊക്കെ. ഇതങ്ങനെ ഒരു ദുരുദ്ദേശമില്ല. തങ്ങളുപ്പാപ്പ പള്ളി പണി ഫുള്ള് കഴിഞ്ഞിരിക്കണം, നിങ്ങൾ ഒന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തന്നാൽ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് അടുക്കൽ ചെയ്യുന്നു. നമ്മൾ ദ്വാർന്ന് തന്നാൽ നമുക്കിന് ബറക്കത്തും കിട്ടിയിരുന്നു. ഇതിലൊക്കെ ശൂന്യ കഞ്ഞി കൊടുക്കാൻ പോകണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് അതിന് മറുപടി കൊടുത്തില്ല. കാരണം റസൂൽ നേതാക്കന്മാർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ലേശം താമസം ചിലപ്പം വരും. നാടന്മാർക്കും ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കാത്ത ആൾക്കാർക്കും പെട്ടെന്ന് കഷ്ടനുണ്ട്. എന്താ മറ്റേ മുണ്ടാത്തത് പെട്ടെന്ന് പറയാൻ പറ്റൂല. ചില വിഷയത്തോ ചില താമസം എടുക്കും, ചില ഇക്കുമ്പത്ത് കൊടുക്കും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളോട് വന്നിങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാനിപ്പോൾ ഉള്ളത് ഒരു യാത്രൻ്റെ തിരക്കിലാണ്, അത് കഴിഞ്ഞു എന്ന് ആലോചിക്കാം. തൽക്കാലം സെക്രട്ടറി മിനിസ്റ്ററിന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവ യാത്ര കൊടുക്കാൻ നിങ്ങൾ തബൂക്കിലേക്കാണ്. അങ്ങനെ തബൂക്ക് യുദ്ധത്തിലേക്ക് പോയി തിരിച്ച് റസൂലുള്ള വന്നു. ചരിത്രത്തിൽ കാണുന്ന പൊരീക്കെത്തിയിട്ടില്ല, പള്ളിക്കെത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വന്നു സെക്രട്ടറി മിനിസ്റ്റർ. നമ്മളാ പള്ളി നിങ്ങൾ വന്നിട്ട് എന്തായാലും വരാമെന്ന് പറഞ്ഞതാണല്ലോ, പണിയൊക്കെ കഴിഞ്ഞതാണ്, ആൾക്കാരിപ്പോൾ തങ്ങളാപ്പം വരാൻ കാത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് നിങ്ങൾ പറയാൻ ആ പള്ളി ഉദ്ഘാടനത്തിന് പോകണ്ടേ? ആ പള്ളി ഉദ്ഘാടനത്തിന് 5 വക്ത് നമ്മളെ പള്ളിക്ക് വരുന്ന മനുഷ്യന്മാരാണ്, മുത്തനബിൻ്റെ ക്ലാസ് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. എപ്പം ചോദിച്ചാലും പിരിവ് ചോദിക്കാൻ മുമ്പ് എടുത്തു കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. എന്നല്ല അവർ തന്നെ പിന്നീട് ആയത്തിറങ്ങിയപ്പം റസൂലുള്ളാഹിനോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതൊക്കെ കിതാബിലൊക്കെ കാണാൻ കഴിയും. അല്ല നബി നിങ്ങൾ എന്ത് പണിയപ്പി കാട്ടിയത്? അയിനമാ കുന്തന കുൻ മഴക്ക, ലൈൻ ഖറജിത്ത ഖറജന മഴക്ക, വലൈൻ കുംത കുംന മഴക്ക, വൈൻ അമർത്തറാബിൽ ജിഹാദ് ജാഹത്തന. നിങ്ങൾ എവിടെ പോകാൻ പറഞ്ഞു നമ്മൾ റെഡിയല്ലേ? നിങ്ങൾ എവിടെ നിന്നു അവിടെ നമ്മൾ നിൽക്കണില്ലേ? നിങ്ങൾ പുറപ്പെട്ട നമ്മൾ പോണില്ലേ? നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ യുദ്ധത്തിന് പോണില്ലേ? പിന്നെന്താ തകരാറ്? എന്താ നമുക്ക് ഒരു നമ്മളൊപ്പം നിൽക്കണില്ലേ? എന്താ അതിൽ കൂടുന്നില്ലേ? ഒരു ഓതുന്നില്ലേ? 20 റക്അത്ത് തറാവീഹില്ലേ? പിന്നെ ഇപ്പൊ താടി സുന്നത്താണ്, ജുബ്ബ സുന്നത്താണ്, അതിന് തർക്കമില്ലല്ലോ. പിന്നെ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇവരൊന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പറ, അങ്ങനത്തെ മനുഷ്യന്മാർ പള്ളി ഉണ്ടാക്കിയിട്ട് സൗകര്യപ്രദമായ പള്ളി ഉണ്ടാക്കി തങ്ങളാപ്പ നിങ്ങൾ ഉദ്ഘാടനത്തിൽ വന്നിട്ട് പള്ളിക്കത്തെ കാൽവേരിയും വിളിച്ചു, പള്ളിക്കത്തെ ഉസ്താദിനും വിളിച്ചു. നിങ്ങൾ പറ, ആ ഉസ്താദ് പോകണ്ടേ? ഇനിയിപ്പോ എന്താ അത്ര ഇഷ്കാല്? പോണേ, നമ്മളാൾക്കാരുണ്ടാക്കിയല്ലേ. ബാഹ്യമായിട്ട് റസൂലുള്ളാഹിനെ എതിർക്കാതിരുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവുന്നത് പഠിച്ചു. പക്ഷെ ഹിക്മത്ത് പറഞ്ഞ് ഒഴിവാകാൻ നോക്കി. അതാ തബൂക്ക് യാത്ര കഴിഞ്ഞ് എത്തിയപ്പോഴേക്ക് വന്ന് തങ്ങളെ നമ്മളാ പള്ളി പണിയൊക്കെ കഴിഞ്ഞുകണല്ലോ. അപ്പൊ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? നിങ്ങള് വല്ലാതെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ എന്താ ചെയ്യാ? എന്നാ എന്റെ ഡ്രസ്സ് കൊണ്ടുപോയാ റസൂൽ, എന്റെ ഡ്രസ്സ് വരി ഞാൻ മാറ്റട്ടെ എന്ന് പറഞ്ഞു കുപ്പായം ധരിക്കാൻ ഒരുങ്ങുമ്പോൾ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. ബഹുമാനപ്പെട്ട ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വഹ്യുമായിട്ട് വരിക. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് എന്താ വഹ്യ് അറിയുന്നത്? ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ ലത്തഖ്വാ മിൻ അവ്വലി യൗമിൻ
അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. സ്റ്റേ ഓർഡർ. എന്തിന്? ക്ലബിനല്ല, ഫുട്ബോളിനല്ല, ടറഫിനല്ല, പിന്നെ എന്തിനാണ്? പള്ളി ഉദ്ഘാടനത്തിന്. നബിയെ വിളിച്ചിട്ട് പറയാണ്, ലാ തഖും ഫീഹി അബദ. നബിയെ നിങ്ങളൊപ്പം നടക്കണേ, നിങ്ങളെ പള്ളി കഞ്ചക്തും വരണേ, നിങ്ങളെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ പെട്ടേ, നിങ്ങളെ ക്ലാസ്സൊക്കെ കേൾക്കണേ, നിങ്ങൾ ചോദിച്ചാൽ പിരിവൊക്കെ തരണേ, നിങ്ങളോട് പുഞ്ചിരിക്കുന്നേ, നിങ്ങളോട് അസ്സലാമു അലൈക്കും പറയുന്നേ, ആ മനുഷ്യന്മാരുണ്ടാക്കിയ പള്ളി ഉണ്ടല്ല, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ തങ്ങൾ സംബന്ധിക്കാൻ പാടില്ല എന്നു മാത്രമല്ല, വലാ തഖും ഫീഹി അബദാ, ഖിയാമത്ത് നാൾ വരെ ആ പള്ളിയിൽ പോയി ഒരൊറ്റ റക്അത്തും നിസ്കരിക്കാൻ പോലും പാടില്ല. ഉസ്താദേ പള്ളി ഏതാ നിൽക്കച്ചൊക്കെ കണക്കല്ലേ? സുന്നിപ്പള്ളി, ജദൈ, ജമാഅത്ത്, തബ്ലീഗ് പള്ളിയൊക്കെ പള്ളി തന്നെയല്ലേ ഉസ്താദേ? എനിക്കറിയില്ല. പെണ്ണും പെങ്ങളും ഒക്കെ പെണ്ണ് തന്നെയാണ്. ഒരുപോലെ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. മക്കളും ഉമ്മയും രണ്ടും പെണ്ണ് തന്നെയാണ്. ഒരുപോലെ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. കോഴിക്കോട് നിങ്ങൾ ഖുർആനിൽ അല്ലാഹു പറയാ, എന്താ പേര് കുഴപ്പം? അതെനിക്കറിയില്ല. ലാ തഖും ഫീഹി അബദ. അല്ലാഹു തആല പറഞ്ഞു ഒരൊറ്റ റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല. അതേ കിബില ശരിയാകായിട്ടാണ്. അതിന് നിസ്കരിച്ചണ്ട ആരാണ്? മുസല്ല തിരിച്ചിടാൻ പറഞ്ഞ പോലെ ഔദില്ലായിട്ടാ ബക്കറ്റ് മാറ്റി കൊണ്ടുവച്ചാ പോലെ. അതിനൊക്കെ പാടത്തുനിന്ന് പറയണോ? അല്ല പറഞ്ഞു ഒരൊറ്റ റക്അത്തും. നമ്മളിപ്പോ യാത്രയിൽ പോകുമ്പോഴേ നമ്മൾക്ക് നിൽക്കിച്ച സ്വയ്യാകൂലേ? ജമാഅത്താരൊക്കെ വിളിക്ക് നിൽക്കിച്ച സ്വയ്യാകൂലേ? തബ്ലീഗരെ വിളിക്ക് നിൽക്കിച്ച സ്വയ്യാകൂലേ? നിങ്ങൾ ഇറങ്ങിക്കോളി, മൂത്രമൊഴിക്കണ്ടെങ്കിൽ മൂത്രമൊഴിച്ച് ഫ്രഷായി പോകുന്നോളി, ഇതിന് കുഴപ്പമൊന്നുമില്ല. നിസ്കരിച്ചാൻ പറ്റൂല എന്ന് അല്ലാഹു തആല പറയാണ്. ലാ തഖും ഫീഹി അബദാ. തീർന്നിട്ടില്ല കേട്ടോ. ആ പള്ളിക്ക് പിന്നെ ഒരു പേരിട്ടു അല്ലാഹു തആല. ഏതാ നിങ്ങൾ? മസ്ജിദുൽ ദിറാർ. അതിന് മലപ്പുറം ഭാഷയുടെ അർത്ഥം വെച്ചാൽ കുത്തിത്തിരിപ്പിന്റെ പള്ളി എന്നതിൻ്റെ അർത്ഥം. ആ പള്ളിനെ പറ്റി എങ്ങനെ പറയാവോ? എനിക്കറിയില്ല. അള്ളാഹ് പറഞ്ഞിരിക്കണം. തബ്ലീഗുകാരെ പറ്റി കൂടാരെന്നൊക്കെ പറയുന്നത് കൊറോണ പള്ളിയാണ് ഇതിനിടയിൽ ഉണ്ടായത്. ഞാൻ അവിടെ പോയി തബ്ലീഗ് എന്താന്ന് പഠിക്കാൻ വേണ്ടി ഓലപ്പം ഞാൻ കടന്നുറങ്ങിയ പള്ളിയാണ് കൊറോണ പള്ളി. കഴിഞ്ഞ കൊറോണ പ്രശ്നത്തിൽ ഡൽഹിയിൽ ഇവരെ പള്ളിനെ പറ്റിയിട്ട് അവിടുന്ന് തബ്ലീഗുകാരൊക്കെ പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേയില്ലേ കൊറോണ പള്ളി. അങ്ങനെ പറയാൻ പറ്റുമോ? തബ്ലീഗുകാരെ പള്ളിനെ പറ്റി സുഖമായിട്ട് പറയാം, മുജാഹിദിനെ പറ്റിയും പറയും, ജമാഅത്തിനെ പറ്റി. കാരണം അല്ലാഹ് പറഞ്ഞു മസ്ജിദുൽ ദിറാർ, കുത്തിത്തിരിപ്പുണ്ടാക്കണ പള്ളി. റസൂലുള്ളാഹി പോയില്ല. ആ ഉദ്ഘാടനത്തിൽ റസൂലുള്ളാഹി പോയില്ല. നമ്മളെ പള്ളിക്കലെ കാളിയാരെ തബ്ലീഗുകാരെ പരിപാടിക്ക് വിളിച്ച് പോകാഞ്ഞാൽ എന്തപ്പം നല്ലോ സഹായിക്കണം. ആചാരാണ് എപ്പോഴും ഇവിടെ പള്ളിക്കുണ്ടാകുന്ന ആളാണ്. അയാളെ എന്ത് പോണ്ടേ? അയാൾ പള്ളിക്ക് പോണ്ടേ? റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞു പോണ്ട. റസൂലുള്ളാഹി പിന്നെ സ്വഹാബത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ തണ്ടും തടിയുള്ള ആൾക്കാരുണ്ടോ ചോദിച്ചു. ആരോഗ്യമുള്ള മനുഷ്യന്മാരുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാ ശിബിരി പണി എന്ത് എന്താ വെച്ചു? നല്ലൊരു കർശനം നടത്താണ്ട് എന്താ നിങ്ങൾ ആ പള്ളി പൊളിക്കണം എന്നാ. യാ റബ്ബേ, ആ പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞു. പള്ളി പൊളിച്ചു. എന്നിട്ട് അതിന്റെ പാർട്സുകൾ ഉണ്ടല്ലോ, അത് ആർക്കും പെരേറ്റാൻ കൊടുത്തൂടെ? കരിച്ചൽ കളഞ്ഞലിയ കൊടുത്തളിയേണ്ട ആളെ തിന്നെത്തിച്ചളാന്ന് പറഞ്ഞിട്ട് ഉമ്മാര് പറയലുണ്ട്. ആ പള്ളിയാക്കാൻ പറ്റൂലെങ്കിൽ ഇന്ന് സുന്നി സെന്റർ ആക്കിക്കൂടെ? പാവത്തിന് പെരണ്ടാക്കി താമസിക്കാനാക്കിക്കൂടെ? അവിടെ അങ്ങനെ സംഗതി തന്നെ വേണം. അവസാനം കുനാസ എന്ന് പറഞ്ഞാൽ ഗൾഫ് തെപ്പത്തെ വാശി ഇരുബലൊക്കെ വാശി പറഞ്ഞ കുമാമ, ആ പള്ളി നിന്ന സ്ഥലം മൊത്തം എടുത്തിട്ട് ഈ ജന്തുക്കളും ചീഞ്ഞതും ചത്തതൊക്കെ കൊണ്ടിടാനുള്ള സ്ഥലമാക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ടാണ് പറ്റി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭാവിയിൽ ഈ പെരേ ഇതുണ്ടാക്കിയ പള്ളി ഇന്ന് പറയണ്ട വിചാരിച്ചിട്ട്. തമാശ മുമ്പ് അറിയലുണ്ട്. ചങ്ങായി ഗൾഫിലെത്തി നോക്കുമ്പം തെക്കന്മാരെ അടിയിലാണ് റൂം പെട്ടത്. അപ്പം ഇവൻ്റെ പേര് നിൽക്കുന്നിടത്തേക്ക് മൂച്ചിക്കൽ എന്നാണ് പറയുക. അവിടെ നല്ലൊരു മൂച്ചിണ്ട്, അതുകൊണ്ടാണ് മൂച്ചിക്കൽ എന്ന് പറഞ്ഞു. പക്ഷെ മൂച്ചി പറഞ്ഞ പഴയ മലപ്പുറം ഭാഷയാണല്ലോ. മാവ് എന്നാണല്ലോ പറയണ്ടേ. തെക്കന്മാരൊക്കെ മാവ് എന്നാണ് പറയാം. അപ്പം ഇവനെന്ത് ചെയ്തു? ആ പേരൊന്ന് മാറ്റാൻ വേണ്ടി ബസ്സുകാരോടൊക്കെ ബസ് കയറിയിൽ കൊടുക്കുക മാവും കലുകാറി ദിവസം പോകൂലാറി. കാരണം മാവുങ്ങൾക്ക് ബസ് പോകണില്ല, ബസ് മൂച്ചിക്കൊക്കെ പോവാണ്. അത് വലിയ ശുദ്ധ മലയാളാക്കിയൊരു കാര്യമില്ലല്ലോ. അസുഖം ദേഷ്യം പിടിച്ചു
ഓൻ തീരുമാനിച്ചു ഞാൻ പേരും ആ മൂച്ചുള്ളതുകൊണ്ടാണ് ആ പേര് മൂച്ച് മുറിച്ചാൻ തീരുമാനിച്ചു. അങ്ങനെ മൂച്ച് മുറിച്ച് അതിൻ്റെ കുറ്റി മാത്രം ബാക്കിയാക്കി. ആൾക്കാർ കുറ്റിമൂച്ചി അറിയാൻ തുടങ്ങി. മൂച്ചി അപ്പോഴും പോണില്ല. അതിന് അതിലേറെ ദേഷ്യം പിടിച്ചു. ഓൻ എന്ത് ചെയ്തു, JCB കൊണ്ടുവന്നിട്ട് വേറെ അടക്കം കെട്ട് എടുത്തിട്ടാണ്ട് ഇഞ്ഞവിടെ ഒന്നുമില്ല, ഒരു കുണ്ട് മാത്രം. അപ്പോൾ ആൾക്കാർ മൂച്ചിക്കുണ്ട് അറിയാൻ തുടങ്ങിയാണ്. മൂച്ചിപ്പോഴും പോണില്ല. അങ്ങനെ സ്വഭാവമുണ്ട്. ഇതുപോലെ ഇവിടെ പള്ളി നമ്മൾ പൊളിക്കാതെ വെച്ചാൽ അത് പള്ളി എന്നിങ്ങനെ വരും. അങ്ങനെ സ്മരണ തന്നെ വേണം. ഒരു മുജാഹിദിന്റെ ജമാഅത്ത് ലീഗിന്റെ ഒക്കെ പേച്ച ആൾക്കാരാകുമ്പം ഒരവസരം ഓല പാടായിക്കോട്ടെ വേണ്ടെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്തത്, ആ പള്ളി പൊളിക്കുന്നു, അതിൻ്റെ പാർട്സുകൾ കരിക്കുന്നു, എന്നിട്ട് അവിടെ കുഴി കുഴിക്കുന്നു, അവിടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഒട്ടേക്കിട്ട് മാറ്റും. എന്തത്ര ഗൗരവം നോക്കിക്കോളുങ്ങൾ, എന്ത് ഇത്ര ഗൗരവം. പിടച്ച വിശ്വാസത്തിലേക്ക് ആളുകൾ അകപ്പെടാൻ എളുപ്പത്തിലുള്ള മാർഗമായി ഇത് മാറും. അത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചുള്ള ഖവാരിജിയാക്കൾ, മുഅ്തസിലിയാക്കൾ ഓലൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കത് കാണുമ്പോൾ തോന്നും, അല്ല മുത്തക്കിങ്ങൾ